ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബ്രിജിറ്റാമ്മ മക്കളോട് രണ്ടുപേരോടും ഇരുത്തി സംസാരിക്കുകയാണ്. ഇവിടുത്തെ 36 അന്തേവാസികളിൽ 35 പേരെയും ഇവിടുന്ന് മാറ്റണം. എൻ്റെ ജീവിതം ഇനി എങ്ങനെയാണ്, എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല, ഞാൻ എത്ര കാലം ഉണ്ടെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ മക്കളുടെ മുന്നിൽ വേദനയോടെ സംസാരിക്കുക. എല്ലാവരെയും പിരിയുന്നത് ഓർക്കുമ്പോൾ സങ്കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അമ്മ അങ്ങനെയൊന്നും പറയല്ലേ മമ്മി, ഞങ്ങൾ നടത്തിക്കോളാം ഈ സ്നേഹനികേതനം എന്നൊക്കെ പിള്ളേർ പറയുമ്പോൾ നിങ്ങൾ അനാഥർ നടത്തേണ്ട ഒരു ഇതല്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, ആ ജീവിതം കളയാൻ പറ്റില്ല എന്നൊക്കെ ഈ അമ്മ ഇങ്ങനെ പറയുന്നു. എനിക്ക് രോഗമൊന്നും വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ നേരെ നല്ലൊരു ജീവിതത്തിലേക്ക് പറിച്ച് നടുവായിരുന്നു എന്നും ആ അമ്മ പറയുക ഇവർ മക്കളോട്. ഇത് പക്ഷേ അതിനൊന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോയി, ഇത്തിരി നേരത്തെയായിപ്പോയി, സാരമില്ല, എല്ലാം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറയും. ഇതൊക്കെ കേട്ട അലീനയുടെ ഒക്കെ ചങ്കു പൊട്ടു കേട്ടോ. ചങ്കു പൊട്ടി രണ്ട് മക്കളും അമ്മയുടെ അരികിൽ നിന്ന് പോയി കർത്താവിൻ്റെ മുന്നിൽ നിന്ന് കരയുവാണ്. എൻ്റെ മക്കൾ എന്ത് പ്രതിസന്ധി വന്നാലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, അങ്ങനെയാണ് ഞാൻ നിങ്ങളെ വളർത്തിയത്, എൻ്റെ സ്വന്തം മക്കളായിട്ട് തന്നെയാണ് നിങ്ങളെ ഞാൻ വളർത്തിയത് എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ ഇങ്ങനെ പറയും. എൻ്റെ മക്കൾ ഒരിക്കലും അനാഥരല്ലെന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ പറയുക കേട്ടോ. നിങ്ങൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല, എന്ത് പറയണമെന്നറിയാം. അങ്ങനെ നിന്ന് ഭയങ്കര കരച്ചില. ആ അലീനയെ ചേർത്ത് പിടിച്ചിട്ട് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴേ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്ന് അലീനയോട് പറയും അമ്മ. കൈക്കുഞ്ഞായിരുന്നു, കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുവാണേ. അങ്ങനെ കർത്താവിൻ്റെ മുന്നിൽ നിന്ന് ആ പഴയ കാലങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കിക്കൊണ്ട് കിടക്കുമായിരുന്നു നീ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ മോളിപ്പോൾ ഇത്രയൊക്കെ ആയില്ലേ, എൻ്റെ മോള് ഇത്രയും മിടുക്കിയായില്ലേ, അത് തന്നെ ഈ മമ്മിക്ക് ഒരുപാട് സന്തോഷമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അലീനയോട് പറയുന്നു. അതിനുശേഷം പിന്നെ അനിയത്തി കുഞ്ഞിനെ കിട്ടിയ കാര്യം, എൻ്റെ കൈകളിലേക്ക് നിന്നെ കിട്ടുമ്പോൾ നീ ഭയങ്കര കരച്ചിലായിരുന്നു ഇതൊക്കെ പറഞ്ഞു. ഒരമ്മ കാണാൻ വരുമായിരുന്നു, ആണ്ടിലൊരിക്കലും നിന്നെ ദൂരെ മാറി നിന്ന് നോക്കി കണ്ടിട്ട് പോകുമായിരുന്നു, നിന്നെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഒരു 4 തവണ അവരിവിടെ വന്നിട്ടുണ്ടാവും, പിന്നെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രതീക്ഷകളോടെ ആ പെൺകുട്ടിയുടെ മനസ്സിങ്ങനെ നിൽക്കുക. എന്നാലും നിങ്ങളെ രണ്ടുപേരെയും അമ്മയില്ലാത്ത വിഷമം അത് ഞാൻ അറിയിച്ചിട്ടില്ല എന്ന് ബ്രിജിറ്റാമ്മയും മക്കളോട് രണ്ടുപേരോടുമായിട്ട് ഇങ്ങനെ പറയുക. അങ്ങനെ സാരമില്ല, എല്ലാം മാറും എന്നൊക്കെ പറഞ്ഞ അമ്മ ഇങ്ങനെ ആ ഒരിത് പറഞ്ഞ് നിങ്ങളെ സമാധാനിപ്പിക്കുവാണ്. അങ്ങനെ അമ്മയും മക്കളും കൂടി ഇങ്ങനെ സംസാരിച്ചു. എൻ്റെ മക്കളെ ഒരു ഭദ്രമായ കൈകളിൽ ഏൽപ്പിക്കാതെ ഞാൻ എങ്ങും പോവില്ല എന്ന് വന്നിട്ട് ബ്രിജിറ്റാമ്മയും ഇങ്ങനെ പറയുക കേട്ടോ. എത്തിക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എത്തിച്ചിരിക്കും, എത്തേണ്ട സ്ഥാനത്ത് എൻ്റെ മക്കളെ ഞാൻ എത്തിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബ്രിജിറ്റാമ്മ ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് തോന്നുന്നു വലിയൊരു ബംഗ്ലാവ്, ഭയങ്കര ഒരു വീട്. ആ വീടിൻ്റെ മുറ്റത്ത് ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ ആ വീട്ടിലെ ഉടമസ്ഥ വന്നു വാതിൽ തുറന്ന് നോക്കുമ്പോൾ ബ്രിജിറ്റാമ്മ ആരാ, അരമനയിൽ നിന്നാണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കഴക്കൂട്ടത്തു നിന്നാണ് വരുന്നത്, തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആരെ കാണാനാണെന്ന് ചോദിച്ചു. കുഞ്ഞിരാമൻ മേനോനെ കാണാനായിരുന്നു എന്നിങ്ങനെ പറയുമ്പം അച്ഛന് നല്ല സുഖമില്ലാണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം അയ്യോ മേനോൻ ഞങ്ങളുടെ മകളാണോ എന്ന് ചോദിച്ചപ്പം അല്ല, മകൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. എന്താ വന്ന കാര്യം പറയാൻ പറഞ്ഞു. അദ്ദേഹത്തെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പം സുഖമില്ലാന്ന് പറഞ്ഞതല്ലേ, വിസിറ്റേഴ്സിനെ ഒഴിവാക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ കണ്ടേ പറ്റുമെന്ന് ബ്രിജിറ്റാമ്മ പറഞ്ഞു. അതിനായി മാത്രം ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതാണെന്ന് പറയുമ്പോൾ അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്തേനേന്ന് ചോദിക്കുക. അപ്പോൾ ആളുണ്ടല്ലോ എന്ന് ബ്രിജിറ്റാമ്മ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാനത് അച്ഛനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബ്രിജിറ്റാമ്മ ഒന്നും മിണ്ടിയില്ല, വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിട്ട് അകത്തേക്ക് നോക്കി. അപ്പോൾ നമ്മുടെ കഥാനായകൻ ഇറങ്ങി വരുന്നു, മനുശങ്കർ. അപ്പോൾ ആരാ, എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ അച്ഛനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് മനു ചോദിക്കുമ്പോൾ അത് അദ്ദേഹത്തിനോട് മാത്രമായിട്ട് പറയേണ്ട ഒരു കാര്യമാണെന്ന് പറയുവാണ്. കാണാതെ പോവാനും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അമ്മ ഇത്രയും ദൂരത്തുനിന്ന് വന്നല്ല അമ്മേ, എന്തായാലും പ്രായമുള്ള സ്ത്രീയല്ലേ, കണ്ടിട്ട് പോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ മനു. അച്ഛനോട് ചോദിച്ചിട്ട് പോരെ എന്ന് അമ്മ മോനോട് ചോദിക്കുമ്പോൾ എൻ്റെ മുത്തശ്ശനാണ് മേനൻ, അദ്ദേഹത്തെ ഇങ്ങനെ പരിചയമെന്ന് ചോദിച്ചു. ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഓർഫണേജ് നടത്തി വരുന്നുണ്ടെന്നും എന്നെ സഹായിച്ചിട്ടുള്ള ഒരാളാണെന്നും പറഞ്ഞപ്പോൾ ശരി എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ അമ്മയെ കൂട്ടിക്കൊണ്ട് മനു അകത്തേക്ക് കയറി പോവാം. അമ്മയാണെങ്കിൽ ഇങ്ങനെ കയറി പോകുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റെയർ കയറാനൊന്നും പറ്റുന്നില്ല കേട്ടോ. സ്റ്റെപ്പ് കയറാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുമ്പം എന്താ കയറാൻ പറ്റുന്നില്ലേ എന്ന് ചോദിച്ചു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ അത്ര അങ്ങോട്ട് പറ്റുന്നില്ല എന്ന് പറയാം. അങ്ങനെ പതുക്കെ അമ്മ ഇങ്ങനെ കയറുക. അപ്പോൾ രോഗികളും പ്രായാധിക്യം കൊണ്ട് തീരെ വയ്യാതായവരും ഒക്കെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ മനു അവിടുത്തെ സ്നേഹനികേതനത്തിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു. പിന്നെ കുഞ്ഞുങ്ങളും പെൺകുട്ടികളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ അവരുടെ മരുന്ന്, ഭക്ഷണം അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻഡോ സബ്സിഡി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അയ്യോ അങ്ങനെയൊന്നുമില്ല, മനസ്സിൽ നന്മയുള്ള മനുഷ്യർ ഉണ്ടല്ലോ എല്ലായിടത്തും, അവരുടെ സഹായം കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇത് സ്വന്തമായിട്ട് നടത്തുവാണോ അതോ പാർട്ട്ണറായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം മോനെ ഇതൊരു ബിസിനസ് അല്ല എന്നും ഞാനും ഒരു അനാഥയാണെന്നും അമ്മ പറയാം. ഓർഫണേജിൽ കഞ്ഞി വിളമ്പുമ്പോൾ ഒരു പാത്രത്തിൽ എനിക്കും കിട്ടുമെന്ന് പറഞ്ഞു. അയ്യോ ചേച്ചി സോറി, ഞാൻ ബിസിനസ്സാണെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ, ഐ എം റിയലി സോറി എന്ന് പറഞ്ഞു. മനു ഇങ്ങനെ പറഞ്ഞു, വരുമെന്നും പറഞ്ഞ് മുത്തശ്ശൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെന്നു. അപ്പോൾ അദ്ദേഹം അവിടെ വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ടി വിയിൽ റൂമിൽ. അപ്പോഴാണ് നമ്മുടെ അമ്മ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. പിന്നെ നമ്മുടെ മനു ചെന്ന് കാണാൻ വന്നിരിക്കുന്ന കാര്യം മുത്തച്ഛനോട് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ മനു സംസാരിച്ചതിന് ശേഷം അവരെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ദേ നമ്മുടെ അമ്മ കയറി വരുമ്പോൾ അമ്മയെ കണ്ട് മുത്തശ്ശൻ ഞെട്ടി. മുത്തശ്ശൻ ഇങ്ങനെ നോക്കുവാണ് അമ്മയെ. ആ എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പം ആ മനസ്സിലായി എന്നൊരു പറച്ചിലും കൂടി. ആ സമയത്ത് നമ്മുടെ പ്രജിറ്റാമ്മ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക, തല കുനിച്ച്. ആ നേരത്ത് അദ്ദേഹം ഇങ്ങനെ പ്രജിറ്റാമ്മയെ തന്നെ നോക്കുക. അപ്പം എന്തിനാ വന്നത്, ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പം വേറെ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് വന്നതാ, ക്ഷമിക്കണമെന്ന് പറഞ്ഞു പ്രജിറ്റാമ്മ. അപ്പം ഇതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, ഇത് ശരിയല്ല എന്ന് അദ്ദേഹം പ്രജിറ്റാമ്മയോട് പറയുന്നു. പ്രജിറ്റാമ്മ സങ്കടത്തോടെ ഇങ്ങനെ നേരം അവിടെ ഇങ്ങനെ നിൽക്കുക. ആ ഒരു സമയത്ത് മനു ഇങ്ങനെ ഇവർ രണ്ടുപേരെയും മാറി മാറി നോക്കുവാണ്. ആ ഒരു നേരത്ത് മനുവിനെ തന്നെ നമ്മുടെ പ്രജിറ്റാമ്മ ഇങ്ങനെ നോക്കിയപ്പോൾ മനുവിന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. മനു അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. ആ വാതിൽ അടയ്ക്കടോ എന്ന് പറഞ്ഞു. പ്രജിറ്റാമ്മ വാതിലടച്ചു. എല്ലാ ഇടപാടും തൻ്റെ കയ്യിലാണല്ലോ, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഇനി തരാനുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കാം. കണക്ക് പറയാനോ അവകാശപ്പെടാനോ ഒന്നും ഞാൻ വന്നതല്ല എന്നും അലീനയ്ക്ക് വയസ്സ് 22 ആവുകയാണെന്നും കല്യാണം കഴിപ്പിച്ച് വിടണ്ടേന്ന് ചോദിച്ചു. അപ്പം അതൊക്കെ നിങ്ങളുടെ കാര്യം, ദേ തരാമെന്ന് പറഞ്ഞതും തന്നു, അതിൽ കൂടുതലും തന്നു എന്ന് പറയുമ്പം എനിക്കിനി ആയുസില്ല അവളെ നോക്കാനായിട്ട്, കൂടി വന്നാൽ 2 മാസമേ ഉള്ളൂ എന്നും കരളൊക്കെ ദ്രവിച്ചു പോയെന്നും പ്രജിറ്റാമ്മ പറയാം. അപ്പോൾ അലീനയുടെ മുത്തശ്ശൻ്റെ അടുത്താണ് പ്രജിറ്റാമ്മ എത്തിയിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും, പ്രായം തികഞ്ഞ പെണ്ണല്ലേ അവള്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരുണ്ട് അവൾക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര വേദനയോടെ അദ്ദേഹം ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റ് നടക്കാനൊന്നും അദ്ദേഹത്തിന് വയ്യ. ആ ഒരു സമയത്ത് പ്രജിറ്റാമ്മയാണെങ്കിൽ എന്തൊക്കെയോ പറയണം എന്നുള്ളൊരു നിൽക്കാം. എൻ്റെയും ഒരു ഇത് തീർന്നിരിക്കുക, അവസാനമായിട്ട് ഒന്ന് സമാധാനമായിട്ട് മരിക്കാമെന്ന് വെച്ചാൽ അതിന് സമ്മതിക്കില്ലേ എന്ന് ചോദിച്ചപ്പം അവളെ തള്ളിക്കളയരുതെന്നും പറഞ്ഞ് കാല് പിടിക്കുന്നു. ദൈവത്തെ ഓർത്ത് എന്ന് പറഞ്ഞപ്പം എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കാം. നല്ല കുട്ടിയാ അലീന, സ്നേഹം, ത്യാഗം, അതുപോലെ അലിവ്, കാരുണ്യം എല്ലാമുള്ള ഒരു കുട്ടിയാണ് അവളെന്നൊക്കെ പറഞ്ഞു. ആരോടും ക്ഷമിക്കും, മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് വേണ്ട പോലെയൊക്കെ അവൾ പെരുമാറും. അവൾ എൻ്റെ മോളായിട്ട് എൻ്റെ വയറ്റിൽ ജനിച്ചിരുന്നെങ്കിലെന്ന് കൊതിച്ചിട്ടുണ്ട് ഞാനെന്നൊക്കെ പ്രജിറ്റാമ്മ ഇങ്ങനെ പറയും. അത്രയ്ക്ക് നല്ലവളാണ് അവളെന്നൊക്കെ പറഞ്ഞു കേട്ടോ. മുത്തശ്ശനതൊക്കെ കേട്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവസാനം അതിനെ കൈവിടലെന്നും പറഞ്ഞു മുത്തശ്ശൻ്റെ കാലയിൽ വീണും പ്രജിറ്റാമ്മ ഇങ്ങനെ ചോദിക്കുക, ദൈവം ശിക്ഷിക്കുക അല്ലെങ്കിൽ ദൈവം പൊറുക്കുകയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അലീനയുടെ കാര്യങ്ങളൊക്കെ മുത്തശ്ശി ഇങ്ങനെ നമ്മുടെ പ്രജിറ്റാമ്മ ഇങ്ങനെ മുത്തശ്ശനോട് പറയുന്നു. ഇങ്ങനെ എന്തൊക്കെയോ ഒരു വലിയ രഹസ്യങ്ങൾ അതിൻ്റെ മറവിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുക കേട്ടോ. അങ്ങനെ നിന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു. ഞാൻ എന്തോ എനിക്ക് വഴി കാണാം, ഇപ്പോൾ പോകാൻ പറഞ്ഞു. ദേ ഈ വീട്ടിൽ ജനിച്ചു വളരേണ്ടവളല്ലായിരുന്നു ഈ വീട്ടുമുറ്റത്ത് എന്നൊക്കെ നമ്മുടെ പ്രജിറ്റാമ്മ ഇങ്ങനെ ചോദിക്കുമ്പോൾ കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞു. പ്രജിറ്റാമ്മയുടെ സ്വരമൊക്കെ ഇടറാൻ തുടങ്ങി. എനിക്കറിയാം എല്ലാം, ഇനിയൊന്നും പറഞ്ഞ് പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ലെന്നും എൻ്റെ ഓർമ്മകളൊന്നും നശിച്ചു പോയിട്ടില്ല എന്ന് പറയുമ്പം അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണേ, വേറെ ആരുമില്ല അവൾക്ക് എന്നാ അമ്മ ഇങ്ങനെ മുത്തച്ഛനോട് പറയുന്ന സമയത്ത് മുത്തച്ഛൻ അതൊന്നും കൂസാത്തൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് പ്രജിറ്റാമ്മ ഇങ്ങനെ നിൽക്കുമ്പം നിങ്ങൾ ചെല്ലും ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയും. അങ്ങനെ പ്രജിറ്റാമ്മ അവിടെ നിന്ന് പോയി. പിന്നെ മുത്തശ്ശൻ ചങ്കിലിങ്ങനെ കൈവച്ച് പഴയ പല കാര്യങ്ങളും ആലോചിച്ച് നിൽക്കുക. പ്രജിറ്റാമ്മ അങ്ങ് പോകുന്ന സമയത്ത് മനു വന്നു. ചേച്ചി പോവുകയാണോ എന്നും ചോദിച്ചു. അപ്പോൾ മനു തിരിഞ്ഞു നോക്കി. മനുവിൻ്റെ അടുത്തേക്ക് ഞാൻ ഇറങ്ങുകയാണ്, കാണേണ്ട ആളെ കണ്ടു, പറയേണ്ടതെല്ലാം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് പ്രജിറ്റാമ്മ അങ്ങ് ഇറങ്ങിപ്പോയി. മനു വന്നിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുക കേട്ടോ. അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് അവിടെ മനുവിൻ്റെ അമ്മയും സഹോദരങ്ങളെല്ലാവരും കൂടെ അവിടെ അങ്ങനെ ഇരിക്കുക. അവരെല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ വരുന്ന അലവലാദികൾക്കൊക്കെ ചായ കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് മനുവിനോട് അമ്മ ചോദിക്കുക. ആ ചേച്ചിക്ക് ഒരു ഗ്ലാസ് ചായയെങ്കിലും കൊടുത്തുകൂടായിരുന്നു അമ്മയെന്ന് ചോദിച്ചപ്പോൾ ദേ
ചായ നീ പറഞ്ഞ കേട്ട് ചായ കൊടുത്തു. ചായ എന്നിട്ട് അവർ കുടിച്ചോ? അതുമില്ല. ചായ ഇട്ട് ഞാനിപ്പോൾ ആരായി എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുക. എത്ര നേരമായി ഒരു ചായ പറഞ്ഞിട്ട്? 1 മണിക്കൂറാണോ ഒരു കപ്പ് ചായയൊക്കെ? ദേ വീട്ടിൽ വരുന്ന ഗസ്റ്റിന് വൈകി ചായ കൊടുക്കുന്നത് പോലും ഒരു ഇൻസൾട്ടിങ് ആട്ടോ അമ്മയെന്ന് പറഞ്ഞു. അയ്യോ എന്തൊരു അത്യാവശ്യമാണെന്ന് അറിഞ്ഞില്ലേ, കയറി വന്ന ഉടനെ അവർക്ക് ചായ എടുത്ത് കൊടുക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയുക. അല്ല നീ എന്തിനാ അവരെ വീട്ടിനകത്ത് വിളിച്ച് കയറ്റിയതെന്ന് ചോദിച്ചപ്പം ആരുടെ കാര്യം ഈ പറയുന്നതെന്ന് ചോദിച്ചു. എന്താ പ്രശ്നം എന്ന് മനുവിൻ്റെ അച്ഛൻ വന്ന് ചോദിച്ചു. ഒരു സ്ത്രീ ഇവിടെ വന്ന് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല ശിവേട്ട, അച്ഛനെ കണ്ട് നേരിട്ട് പറയണമെന്നാ അവർക്ക്. ഞാൻ പറഞ്ഞു കാണാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. അവർക്ക് അന്നേരം കണ്ടേ പറ്റുമെന്ന്. ഇവൻ ആ വിളിച്ചുകൊണ്ട് പോയി കാണിച്ചു കൊടുത്തോന്ന് പറഞ്ഞപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്ന മോനെ എന്ന് അച്ഛൻ മോനോട് ചോദിക്കുമോ, അച്ഛാ ആ സ്ത്രീ തിരുവനന്തപുരത്ത് നിന്ന് വന്ന മുത്തച്ഛനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അത്രയ്ക്ക് എമർജൻസി ഉള്ളതുകൊണ്ടല്ലേ കാണാൻ വന്നത്. പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിടാൻ എളുപ്പമാണ്, പക്ഷെ ഒരു മനസാക്ഷിയൊക്കെ വേണ്ടെന്ന് ചോദിച്ചപ്പം ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒച്ച വെക്കാതിരിക്കുക, പാട്ടൊന്നും കേൾക്കട്ടെ എന്നും പറഞ്ഞിട്ട് പെങ്ങൾ പറയുമ്പോൾ നീ കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഓഫ് ചെയ്തേക്കെന്ന് ചേട്ടൻ അനിയത്തിയോട് പറഞ്ഞു. ഹരി TV ഓഫ് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് അനിയത്തി മേടിച്ച് ആ TV അങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് തുള്ളിച്ചാടി അവിടെ നിന്ന് ഏറ്റുപോയി. മനുവേട്ടൻ ഇത് എന്തിൻ്റെ കേടാണെന്ന് അനിയൻ വല്ലവരും വീട്ടിൽ വന്നതിന് ഞങ്ങളെന്ത് കഴിച്ചു എന്ന് ചോദിക്കാം. അപ്പോൾ എന്തിനോടും അമ്മയുടെ ഒരു ഫസ്റ്റ് റിയാക്ഷൻ എന്താണെന്ന് അറിയോ അച്ഛന്? റിജക്ഷൻ. ഒരുമാതിരി നെഗറ്റീവ് ലുക്കും നെഗറ്റീവ് ആക്ഷനും നെഗറ്റീവ് തോട്ട്സും അപ്പോൾ ഒന്ന് പോടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അമ്മ അങ്ങ് കയറിപ്പോയി. അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മനുവിന് അത് ഭയങ്കര ഒരു വിഷമമായിപ്പോയി ആ ചേച്ചിയോട് അങ്ങനെ കാണിച്ചത്. ആ ഒരു സമയത്ത് ആട്ടെ ആ സ്ത്രീ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മുത്തച്ഛനെ കാണാനാന്ന് പറഞ്ഞു. അത് മനസ്സിലായി. അച്ഛനുമായിട്ട് എന്താ ഇടപാടെന്ന് ചോദിച്ചപ്പോൾ അതെന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ പരിചയമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നിനക്ക് അച്ഛനോട് ചോദിക്കാൻ വരുന്നില്ലേ? എൻ്റെ പൊന്നച്ഛ, ആ സ്ത്രീ വന്ന് കണ്ടിട്ട് അങ്ങ് പോയതേ ഉള്ളൂ, നീ എന്തായാലും ഒന്ന് ചോദിച്ചു വെച്ചേക്ക്, സംഭവം എന്താണെന്നൊന്നും അറിയണ്ടേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചോളാവെന്ന് പറഞ്ഞു. അങ്ങനെ മുത്തച്ഛനും അങ്ങനെ ഇങ്ങനെയൊന്നും പറയത്തില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് മുത്തച്ഛൻ നമ്മുടെ പ്രജിറ്റാമ്മ പറഞ്ഞതിനെ പറ്റി ആലോചിക്കുക, അലീനമോളെ കൈവിടരുതേ എന്നും പറഞ്ഞു. ആ സമയത്ത് മനു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. മനു അങ്ങോട്ടേക്ക് കയറി ചെന്നു. എന്താ മുത്തച്ഛ, ആ ചേച്ചി എന്തിനാ വന്നേ? എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടല്ലോ മേന്നെ. എന്ത് പ്രശ്നം? അല്ല മനസ്സൊന്ന് കലങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ കലങ്ങും, നീ ഒന്ന് പോടാ എന്നും പറഞ്ഞ് മുത്തച്ഛൻ നേരം മനുവിനോട് പറയാം. മുഖം കണ്ടാൽ അറിയാലോ മുത്തച്ഛ, ആ സ്ത്രീയെ ഒരു പ്രോബ്ലം കൊണ്ടാണ് മുത്തച്ഛനെ കാണാൻ വന്നതെന്ന്. അത് മുത്തച്ഛൻ്റെ തലയിലെടുത്ത് വെച്ചിട്ടാണ് അവർ പോയത്. ഇനി ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതേ മുത്തച്ഛനാണല്ലേ. നീ ആര്, ജ്യോത്സ്യനാണോ പ്രവചിക്കാൻ? മുത്തച്ഛന് പറയാൻ മടിയാണെങ്കിലേ പറയണം, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ എന്നും പറഞ്ഞ് മനു അവിടെ നിന്ന് പോകുമ്പോൾ പോവല്ലേടാ, ഇരിക്കേടാ അവിടെ ഇരിക്കുക എന്നും പറഞ്ഞ് മുത്തച്ഛൻ പിടിച്ച് അവിടെ ഇരുത്തി. നീ പറഞ്ഞതേ 100% ശരിയാ. എൻ്റെ തലയിൽ ഒരു പ്രോബ്ലം വെച്ച് തരാൻ വേണ്ടി വന്നതാ അവരെന്ന് പറയുമ്പോൾ എന്താ മുത്തശ്ശ, എന്താ കാര്യമെന്ന് ചോദിച്ചു മനു. മുത്തച്ഛൻ അത് മനുവിനോട് പറയണോ പറയണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ആ ഒരു ഇരിക്കുന്ന സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കണ്ണ് നിറയാൻ ഇഷ്ടംപോലെ വകകളുള്ള ഒരു സീരിയലാണെന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.